നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പൊട്ടിത്തെറികൾ നാം വാർത്തകളിൽ ദിനംതോറും കാണുന്നുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സുരക്ഷിതമില്ലായ്മ, ലൈംഗിക ചൂഷണങ്ങൾ എന്നിവർക്കെതിരെ ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മീറ്റു ക്യാമ്പയിനെ കുറിച്ചാണ് ഇന്ന് ദ റിയൽ സ്റ്റോറി പരിശോധിക്കുന്നത്. മീറ്റു ക്യാമ്പയിൻ 2006-ൽ യുവ വനിതകൾ, പ്രത്യേകിച്ച് വഴിവിട്ട സമൂഹങ്ങളിൽ നിന്നുള്ള വർഗീയ സമുദായങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പ്രവർത്തകനായ തരാന ബർക്ക് ആരംഭിച്ചു. ലൈംഗിക പീഡനത്തിനെതിരായവർക്ക് ഐക്യദാർഢ്യം നൽകുകയും പീഡനത്തിനെതിരെ ഒരുമിക്കുക എന്നതാണ് ബർക്കിന്റെ ലക്ഷ്യം. എന്നാൽ 2017 ഒക്ടോബറിൽ നടി അലീസ മിലാനോ മീറ്റു എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് അവരുടെ കഥകൾ പങ്കിടാൻ ലൈംഗിക പീഡനത്തിനെതിരായവരെ ആഹ്വാനം ചെയ്തപ്പോൾ ക്യാമ്പയിൻ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. മിലാനോയുടെ ട്വീറ്റ് ന്യൂയോർക്ക് ടൈംസ്, ദ ന്യൂയോർക്കർ എന്നിവ പ്രസിദ്ധീകരിച്ച കുത്തുക റിപ്പോർട്ടുകൾക്ക് ശേഷമാണ് ഹോളിവുഡ് പ്രൊഡ്യൂസർ ഹാർവി വെയിൻസ്റ്റീൻക്കെതിരായ ലൈംഗിക പീഡനാരോപണങ്ങൾ ഈ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി. 1000-ഓളം സ്ത്രീകൾ, പ്രത്യേകിച്ച് പ്രശസ്തരായ നടിമാർ, അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. വെളിപ്പെടുത്തലുകൾ ലോകമെമ്പാടും സ്ത്രീകളുടെ വിവേചനങ്ങൾക്കുള്ള വഴിയൊരുക്കുകയും ചെയ്തു. പ്രശസ്ത നടിമാരുടെ ആരോപണങ്ങൾ ഹോളിവുഡിലെ മീറ്റു പ്രസ്ഥാനത്തിന് ചില പ്രബലരായ വ്യക്തികളെ കീഴടക്കാൻ കഴിഞ്ഞു. ഹാർവി വെയിൻസ്റ്റീൻ ചലച്ചിത്ര വ്യവസായത്തിലെ ഏറ്റവും സ്വാധീനവനായ നിർമ്മാതാവായിരുന്നു. 80-ലധികം സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. നടിമാരായ ഏഞ്ചലീന ജോലി, സാൽമ ഹായിക്, ഉമ തർമൻ എന്നിവരുടെ സാക്ഷ്യങ്ങൾ ഹോളിവുഡിലെ ലൈംഗിക പീഡനത്തിന്റെ വ്യാപകതയെ പ്രകടിപ്പിച്ചപ്പോൾ മീറ്റു ഒരു ആഗോള പ്രക്ഷോഭമായി മാറി. മീറ്റു പ്രസ്ഥാനം ഹോളിവുഡിലൊഴികെ പല വ്യവസായങ്ങളിലും രാജ്യങ്ങളിലും പ്രചരിച്ചു. ഫ്രാൻസിൽ ബാലൻസ് ടോൺ പോർക്ക്, നിന്റെ പന്നിയെ പുറന്തള്ളുക എന്ന ഹാഷ്ടാഗ് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് പ്രക്ഷോഭമായി. ചൈനയിൽ കർശനമായ സെൻസർഷിപ്പ് ഉണ്ടായിട്ടും സ്ത്രീകൾ മീറ്റു ഉപയോഗിച്ച് അക്കാദമിയിലും ജോലിസ്ഥലങ്ങളിലും നടന്ന പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞു. ലാറ്റിൻ അമേരിക്കയിൽ പ്രസ്ഥാനം നിലവിലുള്ള സ്ത്രീ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വ്യാപകമായ പ്രക്ഷോഭങ്ങൾക്കും മാറ്റങ്ങൾക്കുമുള്ള ആവശ്യങ്ങൾക്ക് പ്രചോദനം നൽകി. മീറ്റു പ്രസ്ഥാനം നയപരമായ കാര്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്തി. US-ൽ ന്യൂയോർക്ക്, കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങൾ ജീവനക്കാർ ലൈംഗിക പീഡനത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കേണ്ടതിനായി നിയമങ്ങൾ നടപ്പിലാക്കി. കമ്പനികൾ അവരുടെ നയങ്ങളും നടപടികളും പുനഃപരിശോധിക്കാനും തൊഴിൽ സ്ഥലങ്ങളിൽ പീഡനം ഒഴിവാക്കാനും ശ്രമിച്ചു. ഈ പ്രസ്ഥാനം സമ്മതം, അധികാര സവിശേഷതകൾ, ദുരുപയോഗം തടയാനുള്ള ആവശ്യകത എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സഹായകമായി. ഇന്ത്യയിൽ മീറ്റു പ്രസ്ഥാനം 2018-ൽ നടി തനുശ്രീ ദത്ത, നടൻ നാനാ പടേക്കര 2008-ൽ ഒരു സിനിമാ സെറ്റിൽ ലൈംഗിക പീഡനം നടത്തിയതായി ആരോപിച്ചിരുന്നു. ദത്തയുടെ ആരോപണങ്ങൾ അതേസമയം ഏറ്റവും അവഗണിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ ഇത് വീണ്ടും പുനരുദ്ധരിച്ചപ്പോൾ ഇന്ത്യയിലെ ബോളിവുഡും മാധ്യമങ്ങളും രാഷ്ട്രീയവും ഉൾപ്പെടെ വിവിധ വ്യവസായങ്ങളിലെ സമാനമായ ആരോപണങ്ങൾക്കു വഴിയൊരുക്കി. ചലച്ചിത്ര നിർമ്മാതാവ് സാജിദ് ഖാൻ, പത്രപ്രവർത്തകൻ MJ അക്ബർ, ഹാസ്യ നടൻ ഉത്സവ് ചക്രവർത്തി എന്നിവരെ പോലെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ആരോപണങ്ങൾക്ക് വിധേയരായി. ഇവർക്ക് രാജി സമർപ്പിക്കേണ്ടി വന്നു. ഇന്ത്യയിലെ മീറ്റു പ്രസ്ഥാനം രാജ്യത്തെ ദൈർഘ്യമുള്ള പിതൃവാഴ്ചയും പീഡനങ്ങളെ സംബന്ധിച്ച് പരസ്യാത്മകമായ സംസ്കാരവും വെളിപ്പെടുത്തി. തൊഴിലിടങ്ങളിൽ വനിതകളുടെ സുരക്ഷയെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾക്കും ശക്തമായ നിയമ സംരക്ഷണങ്ങൾ ആവശ്യപ്പെടുന്നതിനും ഇത് പ്രചോദനം നൽകി. മീറ്റു പ്രസ്ഥാനം കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ പ്രധാനമായും വുമൺ ഇൻ സിനിമ കളക്റ്റീവ് WCC എന്ന സംഘടനയിലൂടെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. WCC സിനിമയിലെ സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ശക്തമായി പ്രവർത്തിച്ചു. ഇതിനാൽ മലയാള സിനിമയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയും വെള്ളിത്തിരയിൽ വനിതാ സംവിധായകരുടെ പങ്കാളിത്തം വർദ്ധിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായ പ്രവർത്തന പരിസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നിർബന്ധത്വം ലഭിച്ചു. മീറ്റു പ്രസ്ഥാനം മറ്റു തൊഴിലിടങ്ങളിലും പീഡനവിരുദ്ധ നയങ്ങൾ പുനഃപരിശോധിക്കാനും വനിതാ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപകമായ സ്വാധീനം ചെലുത്തി. അനധികൃത പീഡനത്തെക്കുറിച്ചുള്ള പരാതികൾക്ക് ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടതിന്റെ അനിവാര്യത സ്ഥാപനങ്ങൾ തിരിച്ചറിഞ്ഞു. നിയമപരമായ സംരക്ഷണങ്ങളും ശക്തമായി നടപ്പിലാക്കി. മീറ്റു പ്രസ്ഥാനം കേരളത്തിലെ സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്താനുള്ള ധൈര്യം നൽകിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും മലയാള സിനിമയിലെ ചില പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ നിയമ നടപടികൾ തുടങ്ങുകയും മിനിമം സുരക്ഷിതത്വവും മാന്യതയും ഉറപ്പാക്കാൻ പുതിയ നിയമനിർദ്ദേശങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടല്ലോ. സുരക്ഷിതവും സംരക്ഷിതവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് ഈ പ്രസ്ഥാനം ഒരു തുടക്കം മാത്രമാണ്. അടുത്ത തലമുറയ്ക്കെങ്കിലും ഒരു മാന്യമായ സമൂഹം സൃഷ്ടിക്കുന്നതിൽ എല്ലാവരുടെയും പങ്ക് നിർണായകമാണ്.
നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.